മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. യജാതി തള്ള നമ്മുടെ മുഖ്യൻ കിടന്നങ്ങ് തള്ളിയത് നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ടാറ്റ എത്തുകയാണ് കേരളത്തിലേക്ക്. ടാറ്റ ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് തുടങ്ങാൻ അത് നമ്മൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ മേഖലയിൽ. എല്ലാ ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഏത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. വളരെ സൂക്ഷ്മതയോടുകൂടി എക്സ്പേർട്ടുകൾ അത് പരിശോധിച്ച് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനെയും ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തി വന്നവർക്കൊക്കെ കയറി മേയാനുള്ള സ്ഥലമൊന്നും ഇവിടെ കൊടുക്കൂല. നിങ്ങൾ കേട്ടില്ലേ, വരുന്നവർക്കൊക്കെ കയറി മേയാൻ ഇവിടെ സ്ഥലം കൊടുക്കൂല. നമുക്കത് അവിടെ നിൽക്കാം. അതാരോടാണ് പറഞ്ഞത് എന്നും ഇവിടെ തന്നെ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, സീരിയസ് ആയിട്ട് ഇവിടേക്ക് വരിക. ടാറ്റ മുതൽ ഷിപ്പിംഗ് കമ്പനി യജാതി തള്ള. ഇത് നിങ്ങൾ കരുതിയിട്ടുണ്ട് ഇത് കേരള ലെവൽ തള്ളാണെന്ന്? ഇതിന് നിങ്ങൾ 10,000 കോടിയുടെ ഒരു കണക്കും കേൾക്കുന്നില്ലല്ലോ. അതൊക്കെ നാഷണൽ ലെവൽ തള്ളിയത്. അതായത് ഇംഗ്ലീഷിലാണ് തള്ളിയിട്ടുള്ളത്. നാഷണലും കടന്ന് അന്താരാഷ്ട്ര തള്ളായിട്ടാണ് ഇപ്പോ കാര്യങ്ങളുടെ കിടപ്പ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി എയറിലേക്ക് അങ്ങ് പോകുന്നത്. സീരിയസ് ആയിട്ട് നിങ്ങൾ കേട്ടോ, യജാതി തള്ള, അതും ഇംഗ്ലീഷില്. Any other companies, the vessels, cruise vessels, river cruise. And the Tata one, what does it involve? The Tata proposal? Tata's proposal, it is 10,000 crores proposal. Yeah. We are discussing on that. It will be finished within 1 month. നിങ്ങൾ കേട്ടില്ലേ, 10,000 കോടിയുടെ ടാറ്റ കമ്പനി ഇംഗ്ലീഷിലേക്ക് തള്ളി കൊടുത്തതാ. എങ്ങനെ ഒരു മനുഷ്യന് സീരിയസ് ആയിട്ട് തള്ളാൻ സാധിക്കുന്നത്? കൃത്യമായിട്ട് ടാറ്റ ഗ്രൂപ്പ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ രംഗത്തിറങ്ങിയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുമായിട്ട് അത്തരത്തിൽ ഒരു ചർച്ചയുമില്ല, യാതൊരു ചർച്ചയും ഞങ്ങളുമായിട്ടില്ല എന്ന് കൃത്യമായിട്ട് ടാറ്റ ഗ്രൂപ്പ് പറയുന്നു. അതേ സമയത്ത് ഇംഗ്ലീഷിലൊക്കെ സീരിയസ് ആയിട്ട് ഒരു മുഖ്യരങ്ങിരുന്ന് തള്ളിയതാ. അതും നാഷണൽ ലെവൽ ന്യൂസ് ആയിപ്പോ. ഈ കേരളത്തിനെ ഇങ്ങനെ അപമാനിക്കണോ? ഏതായാലും പിണറായി വിജയനെ കൊണ്ട് ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. നാഷണൽ ലെവലുള്ള ഊക്ക് വാങ്ങാൻ ഏതായാലും പിണറായി വിജയൻ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ കണ്ടവർക്കൊക്കെ കയറി നിറങ്ങാനെന്നൊക്കെ പ്രസംഗിക്കുമ്പോ ഒക്കെ തന്നെ വിളിച്ചു പറയുന്നത് സകലരും കേട്ടില്ലേ. ഈ കണ്ടവരൊക്കെ കയറി നിറങ്ങണ്ട എന്ന് പറയുന്നത് KSUക്കാരോടാണോ? ലളിതമായ ചോദ്യം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പ്രോഗ്രാമിലൊരു വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അതായത് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിന് മൈൻഡ് പോലും വെക്കുന്നില്ല. മൈൻഡ് വെക്കാതെ അങ്ങ് നടന്നു പോവാ. നമ്മുടെ മാധ്യമങ്ങൾ ഘോരവരെ വാർത്ത കൊടുക്കണോ, വലിയ രീതിയിൽ കൊടുക്കണോ? അഹങ്കാരിയായിട്ടുള്ള സതീശൻ അത്ര തന്നെയാ വിളിച്ചു പറയേണ്ടത് ഇതിനൊക്കെതിരെ. അതായത് കഴിഞ്ഞ മുഖ്യന്റെ അഹങ്കാരത്തിനെതിരെയൊക്കെ സംസാരിച്ച സകലരും ഒറ്റക്കെട്ടായിട്ട് സതീശന്റെ ഈ അഹങ്കാരത്തെ കാണാതെ പോവരുത്. തങ്ങളുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പോലും അവഗണിക്കുക. എന്താ ഇപ്പോ കോൺഗ്രസിൽ നടക്കുന്നത്? കോൺഗ്രസിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. KC വേണുഗോപാൽ പക്ഷം ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. അത് KSU മുതൽ യൂത്ത് കോൺഗ്രസ് മുതൽ കോൺഗ്രസിന്റെ വക്താക്കൾ മുതൽ നിരന്തങ്ങനെ സതീശനെതിരെ നിൽക്കുന്നു. സതീശനും ഒരു പടയും ഇവർക്ക് നേരെ നിൽക്കുന്നു. കേരളത്തിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? കോൺഗ്രസ്സുകാരെ തല്ലിങ്ങനെ കണ്ടിരിക്കുക. എങ്ങോട്ട് നോക്കിയാലും പവർ കട്ട്. പ്രൈവറ്റ് മേഖല, ബസ് മേഖലയൊക്കെ നശിച്ചോണ്ടിരിക്കുന്നു. KCPക്ക് അവസ്ഥ എന്താ? എയറില സ്ഥിരം ഒന്ന് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് തുറന്നു നോക്കണം. KCPക്ക് ആളുകളെടുത്ത് എജാതി ഊക്കാവുന്നത്. ഇപ്പൊ കറണ്ട് ഇല്ല. ഇന്ദിരാ പവർ കട്ടിലേക്ക് എത്തി കാര്യങ്ങൾ. ഒരു സമയത്ത് കറണ്ട് ഇല്ല, പവർ കട്ട്. കുറെ കാലമായിട്ട് പവർ കട്ട് കാണുന്നില്ല. ഇപ്പൊ ഫുൾ പവർ കട്ടാ. അതിന് കേന്ദ്രത്തിനെയൊക്കെ പറഞ്ഞ് ഈ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ടല്ലോ, പ്രധാനമന്ത്രി, കേന്ദ്രം എന്തോ പറഞ്ഞു എന്നൊക്കെ ഉൾപ്പില്ലാതെ അതും പറയുന്നുണ്ട്. യജാതി നാണക്കേടാണ്. കറണ്ട് ഇല്ലാത്തതിന്റെ കാരണം കേരള സർക്കാർ തന്നെയാ. ഒരു തർക്കവും വേണ്ട. ഇവിടെ മഴ കെട്ടുന്നില്ല, വെള്ളം, ഇതൊക്കെ ആരുണ്ടാക്കി തരണം? ജനങ്ങൾ ഉണ്ടാക്കി തരണം, വോട്ട് ചെയ്ത് വിജയിപ്പിച്ച. അതിനൊക്കെ ഒരു വഴി കണ്ടെത്തണോ? അതിനല്ലേ സർക്കാരിനെ ഇവിടെ തിരഞ്ഞെടുത്തത്. ഇനി വക്താക്കളൊക്കെ KC വേണുഗോപാൽ പക്ഷം നീങ്ങുന്നത് സതീശനെതിരെ വളരെ വ്യക്തമാണ്.
അതായത് സതീശനെ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. സകല ജനാധിപത്യവും കശാപ്പ് ചെയ്താണ്, കോൺഗ്രസിലെ ജനാധിപത്യം കശാപ്പ് ചെയ്ത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഹൈക്കമാൻഡിനെ തന്നെ ഹൈജാക്ക് ചെയ്താണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അതേ വഴിയിലൂടെ ഇപ്പൊ KC വേണുഗോപാലൊക്കെ ഈ VD സതീശനേക്കാൾ മുകളിൽ ഞങ്ങളാണ് BJPക്കെതിരെ എന്ന് വരുത്തി തീർക്കാൻ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത് കോൺഗ്രസിന്റെ അനൂപ് VR എന്ന് പറയുന്ന വക്താവാണ്. PM ന്യാസ് എന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷണർ ആയി നിയമിതനായ വ്യക്തിയുടെ സംഘപരിവാർ ബന്ധത്തെ പറ്റി അദ്ദേഹത്തിന്റെ ബോധ്യം അവതരിപ്പിക്കാൻ കൂടിക്കാഴ്ചക്ക് സമയം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് അനുവദിച്ച് കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്ലീഡർ നിയമനത്തിൽ പരാതി ഉന്നയിച്ച അലോഷ്യസ് സേവ്യറിനും ഇതുവരെ കൂടിക്കാഴ്ചക്ക് സമയം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികലയോടും RV ബാബുവിനോടും കാണിച്ച ആ അനുഭാവപൂർണമായ സമീപനമെങ്കിലും KPCCയുടെ ജനറൽ സെക്രട്ടറിയോടും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനോടും കാണിക്കേണ്ടതായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അവർ അത് അർഹിക്കുന്നുണ്ട് സർ, അത് അവരുടെ അവകാശമാണ് സർ, ഇത് അവരുടെ കോടി സർക്കാരാണ് സാർ, ഇത് ഞങ്ങളുടെ കോടി സർക്കാരാണ് സാർ. അതായത് വക്താക്കളും KC വേണുഗോപാലും കേരളത്തിലൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഈ KC വേണുഗോപാൽ കരുതിയത് കൂടുതൽ MLA-മാരുണ്ടെങ്കിൽ അങ്ങ് മുഖ്യമന്ത്രി ആവാമെന്നായിരുന്നു. എന്നാൽ അത് നടപ്പില്ല എന്ന് മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടിപ്പിടിച്ച് സതീശൻ കേരളത്തിൽ തെളിയിച്ചു. അതുകൂടി കണ്ട് KC വേണുഗോപാൽ പക്ഷം ഇപ്പോ സതീശനൊക്കെ കൂടി BJPക്കൊപ്പമാണെന്നുള്ള പ്രചരണം നടത്തുന്നത്. ആ രീതിയിലേക്ക് സംഘി എന്ന് പറയുന്നു, RSS എന്ന് പറയുന്നു, KC പക്ഷത്തുള്ള ഓരോ വക്താക്കളും അങ്ങനെ അണിനിരന്നിട്ടുണ്ട് സതീശനെതിരെ. എന്നാൽ ഒരു കാര്യത്തിൽ തർക്കമില്ല, മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇവിടെയുള്ള സുഡാപ്പികളെയും ജിഹാദികളെയും പ്രീണനം മത്സരം പ്രീണിപ്പിക്കാൻ ഇങ്ങനെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് KC പക്ഷം. സതീശനും പോരായ്മയില്ല, സതീശനൊരു ഭാഗത്ത്. ഏതായാലും കേരളത്തില് മുഖ്യമന്ത്രി ആവാൻ ഈ സകല മുസ്ലിം ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആര് പണിയെടുക്കുന്നോ അവരെ പിന്തുണക്കുമെന്ന് കരുതിയിട്ടുള്ള ഒരു തല്ലിപ്പോ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുക. 100-ലധികം സീറ്റും കൊടുത്ത് ഇവന്മാരെയൊക്കെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് ഒരു വിലയില്ല, ജനങ്ങൾക്ക് പുല്ലുവില എന്നല്ലേ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നത്തിൽ ഇവര് ഇടപെടുന്നു, ഇവര് തല്ലല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോടടി. ഇത് നമ്മുടെ മാധ്യമങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. എങ്ങോട്ട് നോക്കിയാലും ഇപ്പോ കോൺഗ്രസില് അടിയോടടിയാണ്. ആര് ജയിക്കുമെന്ന് ഏതായാലും കാത്തിരിക്കാം. ഇവർ ആര് ജയിച്ചാലും ഇല്ലെങ്കിലും നഷ്ടമൊക്കെ തന്നെ ജനങ്ങൾക്ക്. അത് കരണ്ട് പോക്കാണെങ്കിൽ അങ്ങനെ അതേത് മേഖല എടുത്താലും അത്തരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം.